ഹലോ. അപ്പം ഞാനിന്ന് യൂട്യൂബിൽ ഒരു പാൽപ്പേട ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം പാൽപ്പേട ഉണ്ടാക്കണമെന്ന്. അപ്പം അങ്ങനെ ഞാൻ പാൽപ്പേട ഉണ്ടാക്കാനായി ഒരു പാലും പിന്നെ ഒരു പാക്ക് പാൽപ്പൊടിയെല്ലാം വാങ്ങിച്ച് അങ്ങനെ ഒരു പാനിൽ ഒരു 3/4 കപ്പ് വെള്ളമെല്ലാം പാൽ ഒഴിച്ച് അതൊന്ന് തിളക്കുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് സമയം നല്ലോണം അത് ഇളക്കുക. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, പഞ്ചസാരയെല്ലാം അലിയുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നല്ലോണം മിക്സാക്കി പഞ്ചസാരയെല്ലാം മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 1 കപ്പും കുറച്ചും അങ്ങനെയുള്ള പാൽപ്പൊടി എടുത്ത് അതും ഇതിലിട്ട് നല്ലോണം കട്ടയില്ലാതെ നല്ലോണം ഇതൊന്ന് മിക്സാക്കണം. അപ്പം നമ്മൾ ഈ പാൽപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ എന്താ പറയുക, അങ്ങനെ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം. അങ്ങനെ നല്ലവണ്ണം ഇത് പിന്നെ ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം പോക്കി നല്ല കുറുകി വരണം. അപ്പോൾ ഇത് നല്ലോണം കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നെയ്യ്, അങ്ങനെ 3 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കണം. അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സാക്കി കുറുക്കി കൊണ്ടുവരിക. അപ്പോൾ ഇത് എന്താ പറയുക, പാൽപ്പേടേൻ്റെ സ്മെല്ലും രുചിയെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇത് ഞാനിങ്ങനെ നല്ലവണ്ണം കുറുക്കി എടുത്തപ്പോൾ ഇതിൻ്റെ മാവൊന്ന് കുറുകിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നല്ല ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കടിച്ചു പൊട്ടിക്കൊന്നും വേണ്ട, എന്നാലും ഒരു കുറച്ച് ഉറപ്പുണ്ട്. പക്ഷെ തിന്നാനെല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, മധുരവും ഉണ്ട്, എന്താ പറയുക, അതിൻ്റെ മണവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനതെല്ലാം ഉണ്ടാക്കി പിന്നെ ഞാനതിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഷേപ്പെല്ലാം ഉണ്ടാക്കി അങ്ങനെ റെഡിയാക്കി എടുത്തു. ബൈ.